നമസ്കാരം. ആപ്റ്റിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC വിവിധം ഖാദി ബോർഡ് LDC മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി മൻസൂർ അലി കാപ്പുങ്കൽ സാറ് തയ്യാറാക്കുന്ന മാതൃകാ പരീക്ഷയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മോഡൽ എക്സാം ചെയ്തിരുന്നു, 100 ക്വസ്റ്റ്യൻ അടങ്ങുന്ന. ഈ വീഡിയോയിൽ സാറ് തയ്യാറാക്കിയിട്ടുള്ള 2 മോഡൽ ടെസ്റ്റ് നമ്മൾ ചെയ്യും. 200 ചോദ്യങ്ങളുണ്ട്. LDC പ്രീവിയസ് ക്വസ്റ്റ്യൻസും പാറ്റേൺ അനുസരിച്ച് മാറ്റം വരുത്തിയതും സാധ്യതാ ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സും എല്ലാം ഉൾപ്പെടുത്തിയാണ് സാർ ഈ 2 ക്വസ്റ്റ്യനും തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു PSC എക്സാം എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ. ഈ ചോദ്യങ്ങൾ പലതും കണ്ടിട്ട് എനിക്ക് തോന്നിയത് PSCയുടെ റീസെൻറ്റ് സ്വഭാവം കണ്ടിട്ട് സാറിനെ ചോദ്യാർത്ഥമാക്കണമെന്നാണ്. ഒരെണ്ണം പോലും ഡിലീറ്റ് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംയോജനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ആദ്യത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. തിരുക്കൊച്ചി സംയോജനം എന്നാണ് നടന്നത്. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. അപ്പോൾ അതിൻ്റെ 75-ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ രാജ്യം ഇന്ത്യയാണെന്ന് നമ്മൾ കണ്ടിരുന്നു, എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി. ചോദ്യം അതായിരിക്കത്തില്ല ചോദിക്കാൻ പോകുന്നത്, ആരെ പരാജയപ്പെടുത്തിയെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഫൈനലിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയാണ് ചോദിച്ചത്. സൗത്ത് ആഫ്രിക്കയാണ് തോൽപ്പിച്ചത്. 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 ഇന്ത്യ ചാമ്പ്യൻസ്, റണ്ണേഴ്സ് അപ്പ് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയുടെ എത്രാമത്തെ 2020 ലോകകപ്പ് കിരീടമാണ് നേടിയതെന്ന് ചോദിച്ചാൽ 2ാമത്തെ 2020 ലോകകപ്പ് കിരീടമാണ് നേടിയത്. മൊത്തത്തിൽ നോക്കിയാൽ 4ാമത്തെ ലോകകപ്പാണ്. ഇന്ത്യ 1 ഡേ വേൾഡ് കപ്പ് 2 എടുത്തിട്ടുണ്ട്, 2020 വേൾഡ് കപ്പ് 2 എടുത്തിട്ടുണ്ട്. അങ്ങനെ 4 വേൾഡ് കപ്പ് മൊത്തം ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്? ഓപ്ഷൻ ഡി ആണ് പുല്ലമ്പാറ. പുല്ലമ്പാറ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പുല്ലമ്പാറ. (2024) കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയായത്? ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യഭരണ സ്ഥിരാകേന്ദ്രത്തിൻ്റെ പ്രധാന പാത രാജ്പഥിൻ്റെ പുതിയ പേര് എന്ത്? ഓപ്ഷൻ സി ആണ് കർത്തവ്യപഥ്. ഈ രാജ്പഥ് ഇന്ത്യ ഗേറ്റിന് സമീപം നേതാജിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചായിരുന്നു. ഈ കർത്തവ്യപഥിൻ്റെ ഉദ്ഘാടനം ചെയ്ത ആരാന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കർത്തവ്യപഥ് സെൻട്രൽ വിസ്ത പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നവീകരണങ്ങളൊക്കെ നടന്നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കർത്തവ്യപഥും നവീകരിച്ചു. അതായത് ഈ രാജ്പഥ് നവീകരിച്ചിട്ടാണ് കർത്തവ്യപഥ് എന്ന് പേര് കൊടുത്തത്. ഈ നമ്മുടെ ഇന്ത്യ ഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പുതുതായിട്ട് പണി കഴിപ്പിച്ച പ്രതിമ മുതൽ രാഷ്ട്രപതി ഭവൻ വരെ നീളുന്ന രാജ്പഥിൻ്റെ പേര് മാറ്റുകയുണ്ടായി കർത്തവ്യപഥ്. കർത്തവ്യപഥിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് ചോദിച്ചാൽ അതും എഴുതാം ഇതിൻ്റെ കൂട്ടത്തിൽ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വൈബ്രേഷൻ അബ്സോർബിംഗ് ട്രാക്സ് നിലവിൽ വന്ന മെട്രോ സർവീസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മുംബൈ മെട്രോ. വൈബ്രേഷൻ അബ്സോർബിംഗ് ട്രാക്സ് നിലവിൽ വന്ന മെട്രോ സർവീസ് മുംബൈ മെട്രോയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, 2024 റംസാർ സൈറ്റായി പ്രഖ്യാപിച്ച അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ആണ് കർണാടക. റംസാർ സൈറ്റ് ഒന്ന് നോക്കിയോ, അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം കർണാടക സംസ്ഥാനത്ത്. 2024 കരസേന ദിനാഘോഷത്തിന് വേദിയായ നഗരം? ഓപ്ഷൻ എ ആണ് ആൻസർ, ലക്നൗ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി? ഓപ്ഷൻ എ കർമ്മചാരി. പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി കർമ്മചാരി.
10ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള ആദ്യ ഡ്രൈവിംഗ് സ്കൂളിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? നമ്മളൊക്കെ വാർത്തയിൽ കണ്ടതാണ് KSRTC ഉടമസ്ഥതയിൽ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് സ്കൂളൊക്കെ തുടങ്ങുന്നത് സർക്കാർ ഉടമസ്ഥതയിൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ആരാണ്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 12, അനധികൃത ലഹരി മരുന്ന് ശൃംഖലയ്ക്കെതിരെ CBI ആരംഭിച്ച ഓപ്പറേഷൻ ഗരുഡയാണ്. ഓപ്പറേഷൻ ഗരുഡ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലിയതുമായ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നതെവിടെ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, വളരെയേറെ സാധ്യതയുണ്ട് ചോദിക്കാൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലിയതുമായ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നതെവിടെ? ഇതിൻ്റെ ആൻസർ ബനാർഘട്ടയാണ്. ഓപ്ഷൻ എ, ബനാർഘട്ട. 14ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക്കിനെതിരെ പരാതി അറിയിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ ബി, പ്രകൃതിയാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പ്രകൃതിയുടെ നന്മയ്ക്ക് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, അങ്ങനെ ഓർത്താൽ നമുക്ക് വളരെ എളുപ്പമാണ് ഓർത്തിരിക്കാൻ. പ്ലാസ്റ്റിക്കിനെതിരെ പരാതി അറിയിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ പ്രകൃതി സംരക്ഷിക്കണമല്ലോ പ്ലാസ്റ്റിക് നശിപ്പിച്ചുകൊണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 2024 96ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെ? ഓപ്ഷൻ സി ആണ്, കിലിയൻ മർഫി. 16ാമത്തെ ചോദ്യം, ആരുടെ ആത്മകഥയാണ് സ്ത്രൈണം? ഓപ്ഷൻ എ, കോട്ടയ്ക്കൽ ശിവരാമൻ. ആരുടെ ആത്മകഥയാണ് സ്ത്രൈണം? കോട്ടയ്ക്കൽ ശിവരാമൻ. 17ാമത്തെ ചോദ്യം, സമ്പൂർണ്ണ ഡിജിറ്റൽ വിലാസം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സ്മാർട്ട് സിറ്റി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻഡോർ ആണ് ആൻസർ. സമ്പൂർണ്ണ ഡിജിറ്റൽ വിലാസം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സ്മാർട്ട് സിറ്റി ഇൻഡോർ. വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ, അത് സൂക്ഷ്മ വ്യവസായവും ചെറുകിട വ്യവസായവും രണ്ടും തുടങ്ങിയ ജില്ല ഏതാണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, എറണാകുളമാണ് ആൻസർ. വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല ഓപ്ഷൻ സി, എറണാകുളം. 19ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? 19 ഓപ്ഷൻ ഡി ആണ്, 2023 ജൂലൈ 14. വർഷം, മാസം, ഡേറ്റ് അടക്കം പഠിക്കണം. ഇത് പഠിക്കാനായിട്ട് വലിയ കോഡൊന്നുമല്ല, ചെറിയൊരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. ചന്ദ്രയാൻ 3 എന്ന് പറയുമ്പോൾ അത് 3 അല്ലേ? അപ്പം 2020 ശേഷമാണ് അല്ലോ ഈ ഒരു പരിപാടി നടന്നു കാണുമെന്ന് ഒരു സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. അപ്പം 2023, ഈ 2023 എല്ലാ അക്കങ്ങളും കൂടെ കൂട്ടിയാൽ എന്ത് വരും? 2, 4, 7. 7 എന്ന് പറയുന്നത് 7ാം മാസമാണ്. 7ാം മാസം എന്ന് പറയുന്നത് ജൂലൈ. പിന്നെ ഇനി ഡേറ്റ് ഓർക്കണമെങ്കിൽ 7ൻ്റെ ഇരട്ടി എടുക്കുക. 7ൻ്റെ ഇരട്ടിയാണല്ലോ 14, അങ്ങനെ ഓർക്കാം. അങ്ങനെ വർഷവും മാസവും തീയതിയും ചില കണക്ഷൻ വെച്ചപ്പോഴും ഓർത്തിരിക്കാം. എങ്ങനെ? ചന്ദ്രയാൻ 3 അവസാനം വരുന്നത്, അപ്പോൾ 2020 ശേഷമുള്ള ഏതോ വർഷമാണെന്ന് ഓർക്കുക. 2023, ഈ 2023 അക്കങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ 7 എന്ന് കിട്ടും. 7 എന്ന് പറയുന്നത് 7ാം മാസമാണ്. 7ാം മാസം ജൂലൈ. ഇനി തീയതി ഓർത്തിരിക്കാനാണെങ്കിൽ ആ കൂട്ടിയ അക്കം 7ൻ്റെ ഇരട്ടി എടുക്കുക, 14. അങ്ങനെ 2023 ജൂലൈ 14. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, 18ാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ ബി ആണ്, ഓം ബിർളയാണ് കേട്ടോ ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, ബഹിഷ്കൃത ഹിതകാരുണ്യ സഭ സ്ഥാപിച്ചതാര്? ബഹിഷ്കൃത ഹിതകാരുണ്യ സഭ സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ BR അംബേദ്കർ. ബഹിഷ്കൃത ഹിതകാരുണ്യ സഭ സ്ഥാപിച്ചതാര്? ഡോക്ടർ BR അംബേദ്കർ. ഇനി 22ാമത്തെ ചോദ്യമാണ്, വില്യം ബെൻഡിക് പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1, ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കണമെന്ന ആശയവുമായി ഭരണം നടത്തിയ ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പ്രഭു. 1 ശരിയാണ്. 2, ബോംബെ ഗവർണർ എന്ന നിലയിൽ 1806 വെല്ലൂർ കലാപം അമർച്ച ചെയ്ത ഭരണാധികാരി. 2 തെറ്റാണ്. കാരണം പറഞ്ഞുതരാം, 2 തെറ്റാണേ.
3 മൈസൂർ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്ത ഭരണാധികാരി. അത് ശരിയാണ്. 4 ശൈശവ വിവാഹം നിയമവിരുദ്ധമാക്കുകയും ശിശുഹത്യ നിരോധിക്കുകയും ചെയ്ത ഭരണാധികാരി. 4 ശരിയാണ്. 22ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത് എന്താ തെറ്റിപ്പോയത്? വെല്ലൂർ കലാപം നടന്ന 1806 ബോംബെ ഗവർണർ സർ ജോർജ് ബാർലോ ആണ്. ജോർജ് ബാർലോ പെട്ടെന്ന് എഴുതിയാൽ മനസ്സിലാകത്തില്ല. ജോർജ് ബാർലോ ആണ് ആ സമയത്ത് ഗവർണർ ജനറൽ. ഇനി ഈ വെല്ലൂർ കലാപത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സാറത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 22ാമത്തെ ചോദ്യവും 27ാമത്തെ ചോദ്യവും കൂടെ ഞാൻ ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 22, 27. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 23ാമത്തെ ചോദ്യം. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ആണ് മുസോളിനി. ഇനി 24ാമത്തെ ചോദ്യം. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചതാണ് മലയാളി മെമ്മോറിയൽ. ഓപ്ഷൻ എ ശരിയാണ്. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ മലയാളികൾക്ക് നിയമനം നൽകാൻ ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. അതും ശരിയാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് GP പിള്ള രചിച്ച പുസ്തകമാണ് വിദേശീയ മേധാവിത്വം. അത് തെറ്റാണ്. ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അത് ശരിയാണ്. ഇതിനകത്ത് സി ആണ് തെറ്റത്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് വിദേശീയ മേധാവിത്വം എന്ന പുസ്തകം രചിച്ചത് CV രാമൻപിള്ളയാണ്. CV രാമൻപിള്ളയാണ് ഈ വിദേശീയ മേധാവിത്വം രചിച്ചത്. അതുമാത്രമല്ല, CV രാമൻപിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് മിതഭാഷി എന്ന പത്രത്തിൽ. 24ലെ ആൻസർ അപ്പോൾ സി ആണ്. മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠൻപിള്ള. മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? തിരുവിതാംകൂറുകാർക്ക്. അതിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു. കേരളത്തിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണമുണ്ടായ കാലഘട്ടം. ഓപ്ഷൻ എ ആണ്. 1956 മാർച്ച് 23 മുതൽ 1957 ഏപ്രിൽ 4 വരെ. ഇനി ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളെ മാത്രം വിശകലനത്തിന് വിധേയമാക്കുന്ന രീതി. ബി ആണ് ആൻസർ. ശൃംഖല വിശകലനം. ആൻസർ ബി ആണ്. ശൃംഖല വിശകലനം. ഉഷ്ണജല പ്രവാഹങ്ങളിൽ ഉൾപ്പെടാത്തവ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം. പശ്ചിമവാത പ്രവാഹവും ലാബ്രഡോർ പ്രവാഹവും ഉഷ്ണജല പ്രവാഹങ്ങളല്ല. എന്താണ് ഉഷ്ണജല പ്രവാഹങ്ങൾ? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ. എന്താണ് ഈ സമുദ്രജല പ്രവാഹങ്ങൾ? അതായത് സമുദ്രജലം സ്ഥിരം ചലിച്ചുകൊണ്ടിരിക്കും. ചിലയിടങ്ങളിൽ തിരശ്ചീനമായും മറ്റ് ചിലയിടങ്ങളിൽ താഴേക്കും മറ്റു പലയിടങ്ങളിൽ മുകളിലേക്കുമാണ് ഈ ചലനങ്ങൾ. നദീപ്രവാഹം പോലെ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്കാണ് സമുദ്രജല പ്രവാഹം. ഈ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത് എന്താണ്? നദീപ്രവാഹം പോലെ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്കിനാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങളുണ്ട്. ഓഷ്യൻ കറൻസ് സമുദ്രജല പ്രവാഹങ്ങൾ. ഒന്ന് ഉപരിതല പ്രവാഹം സർഫസ് കറൻസ്. ഈ സമുദ്രജലത്തിൻ്റെ സാന്ദ്രത വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകും. നമുക്ക് ഇങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ ചോദ്യം. ഈ ഉഷ്ണജലപ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളിൽ ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ഗൾഫ് സ്ട്രീം പ്രവാഹം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ബ്രസീൽ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം. ഇനി ശീതജല പ്രവാഹമായിരുന്നു നമ്മുടെ ആൻസർ വരുന്നത്. ലാബ്രഡോർ പ്രവാഹം, കാനറീസ് പ്രവാഹം, പശ്ചിമവാത പ്രവാഹം, ബൻഗ്വേല പ്രവാഹം. ഈ 1ഉം 3ഉം ആയിരുന്നു അല്ലേ നമ്മുടെ ആൻസർ. ഇതുപോലെ പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളുണ്ട്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളുണ്ട്. നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും.
ഞാൻ ആ ചോദ്യമായിട്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഈ ലാബ്രഡോർ പ്രവാഹത്തിനെ പറ്റി വേണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഗ്രാൻഡ് ബാങ്ക്സ് ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നാണ്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട് ലാൻഡിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഈ ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം രൂപപ്പെടുന്നു. ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായ പ്ലവകങ്ങൾ മത്സ്യങ്ങളുടെ ആഹാരമായിട്ടുള്ള പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ ലാബ്രഡോർ പ്രവാഹം കുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 22ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ആ വെല്ലൂർ കലാപത്തെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ഈ വെല്ലൂർ കലാപം അറിയപ്പെടുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്നാണ്. എന്താണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്ന് ഈ വെല്ലൂർ കലാപത്തെ വിശേഷിപ്പിച്ചതായിരുന്നറിയോ? വി ഡി സവർക്കറാണ്. വി ഡി സവർക്കർ കേട്ടോ, വി ഡി സവർക്കർ. ഇനി വെല്ലൂർ കലാപം ആരംഭിച്ചെന്നായിരുന്നു? 1806 ജൂലൈ 10-നാണ് വെല്ലൂർ കലാപം ആരംഭിച്ചത്. വെല്ലൂർ കലാപത്തിന് കാരണം എന്താണ്? കലാപ കാരണം എന്ന് പറയുന്നത് 1805 പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതിയാണ് അതിൻ്റെ കലാപ കാരണം. ഈ പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു സർ ജോൺ ക്രാട്ടോക്ക്. ആരാണ്? സർ ജോൺ ക്രാട്ടോക്ക്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തമ്മിലുള്ള ജോഡികളിൽ തെറ്റായവ കണ്ടെത്തുക. 28ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചിമ്മിണി വന്യജീവി സങ്കേതം എവിടെയാണ്? തൃശ്ശൂരാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ച്വറി തൃശ്ശൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ ഏതാണ്? 29ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഭ്രംശ താഴ്വരകൾ, ടോറുകൾ, ഖണ്ഡപർവ്വതങ്ങൾ. അടുത്ത ചോദ്യം, ഏറ്റവും നീളം കൂടിയ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാൾ. 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നടപ്പാക്കിയ പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആം ആദ്മി ബീമ യോജനയാണ്. ആം ആദ്മി ബീമ യോജന ലോഞ്ച് ചെയ്തത് 2007 ഒക്ടോബർ 2-നാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1997 മുതൽ 2002 വരെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ അതും 9ാം പദ്ധതിയാണ്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അതും 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയായിരുന്നു. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അതും 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 32ാമത്തെ ചോദ്യമാണ്, റിപ്പോ റേറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. അത് ശരിയാണ്. വായ്പകൾക്ക് റിസർവ് ബാങ്ക് ഗവൺമെൻറ് സെക്യൂരിറ്റികൾ ഈടായി സ്വീകരിക്കുന്നു. അതും ശരിയാണ്. 1ഉം 2 ശരിയാണ്. പണപ്പെരുപ്പം കൂടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് തെറ്റാണ്. പണച്ചുരുക്കമുള്ള സാഹചര്യങ്ങളിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. 4 ശരിയാണ്. 32ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം. സഭകൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചുമത്തുന്ന നികുതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, SGST. ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കുക. ബാക്കി ഈ ഓപ്ഷൻ വായിച്ചാൽ അതിനാണ് ഈ സി ആണ് ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നത്. നമ്മൾ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത്. സാധനങ്ങളും സേവനങ്ങളും ഇറക്കുമതി ചെയ്താൽ എങ്ങനെയാണ് ശരിയാകുന്നത്?
നമുക്കൊരു ലോജിക്ക് അപ്ലൈ ചെയ്ത ആൻസർ കറക്റ്റ് ആക്കാം. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന വിഭാഗം ഏതെന്ന് കണ്ടെത്തുക. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സംഭരണം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രേഡ് യൂണിയനുകൾ, ക്രിമിനൽ നിയമങ്ങൾ, വില നിയന്ത്രണം. ഓപ്ഷൻ സി കണ്ടോ, അതിനകത്ത് ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റിലാണ്, ഫിഷറീസും കൃഷിയും സ്റ്റേറ്റ് ലിസ്റ്റിലുമാണ്. ഇതേപോലെ എല്ലാം മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിയാലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 37ാമത്തെ ചോദ്യം, ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ലോക്സഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഒരു ബിൽ ധനകാര്യ ബില്ലാണോ അല്ലയോ ഇത് തീരുമാനിക്കുന്നു. അത് ശരിയാണ്, സ്പീക്കറാണല്ലോ തീരുമാനിക്കുന്നത്. ലോക്സഭയിലെ അംഗങ്ങൾ പാസ്സാക്കുന്ന പ്രമേയത്തിലൂടെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാം. ശരിയാണ്, നീക്കം ചെയ്യാൻ പറ്റും. 3. സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള പ്രമേയം പാർലമെൻറ്റിൻ്റെ പരിഗണനയിലായിരിക്കുന്ന കാലയളവിൽ ലോക്സഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ സ്പീക്കർക്ക് കഴിയില്ല. അതും ശരിയാണ്. 4. സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണോ? അല്ല, സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. അപ്പം 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. 30ൻ്റെ ആൻസർ എന്ത് വരും? 1, 2, 3 ശരിയാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഉൾപ്പെടാത്തതാണ് എ. ഏകീകൃത സിവിൽ കോഡും രാജ്യാന്തര സമാധാനവും സുരക്ഷിതത്വവും. യൂണിഫോം സിവിൽ കോഡ് നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നതാണ്. അപ്പം അതല്ല. മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും അതുമല്ല, അത് ഏകീകൃത സിവിൽ കോഡിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നതാണ്. ഇനി സി ഓപ്ഷൻ, നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും, അത് മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് സി ആണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 24ാം ഭേദഗതിയാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ബി, 24ാമത്തെ ഭരണഘടനാ ഭേദഗതി. 41ാമത്തെ ചോദ്യം, കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, അതായത് കെ ഡിസ്കിൻ്റെ നിലവിലെ ചെയർപേഴ്സൺ, മുഖ്യമന്ത്രിയാണ് കെ ഡിസ്കിൻ്റെ ചെയർപേഴ്സൺ, പിണറായി വിജയൻ. 42ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ഡയസ്റ്റോൺ കാലയളവിൽ ജീവനക്കാരന് ശമ്പളത്തിനും ഭത്തയ്ക്കും അർഹത ഉണ്ടായിരിക്കില്ല. ബി, ഡയസ്റ്റോൺ കാലയളവിൽ ജീവനക്കാരന് ആർജിത അവധിക്കും അർഹത ഉണ്ടാകില്ല. സി, ജീവനക്കാരൻ്റെ പ്രൊബേഷൻ കാലയളവിനെ ഡയസ്റ്റോൺ ബാധിക്കും. ഡി, ഇവയെല്ലാം എന്നുള്ളതാണ് ആൻസർ. എന്താണ് ഡയസ്റ്റോൺ എന്നറിയാമോ? നിങ്ങളൊക്കെ നാളെ LD ക്ലർക്കായിട്ട് സർവീസിൽ കയറും. നിങ്ങൾക്ക് ആദ്യം 2 വർഷം പ്രൊബേഷൻ ടൈമായിരിക്കും. ഈ പ്രൊബേഷൻ കാലയളവിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട സർവീസ് സംഘടനകളൊക്കെ ചില സ്ട്രൈക്കൊക്കെ സർക്കാരിനെതിരെ വെക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. പ്രൊബേഷൻ കാലയളവായതുകൊണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒഴിവാക്കും. ഈ സ്ട്രൈക്ക് സമരമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? സർക്കാർ അങ്ങോട്ട് ഡയസ്റ്റോൺ പ്രഖ്യാപിക്കും. ശമ്പളമില്ലാത്ത, അത് ശമ്പളം തരത്തില്ല, ആ ദിവസം ഇത് ഡ്യൂട്ടി ആയിട്ടൊന്നും കൂട്ടില്ല. അപ്പം എന്ത് പറ്റും? നിങ്ങളുടെ ഈ പ്രൊബേഷൻ ഒരു ദിവസം നീണ്ടുപോകും. ഈ കാലയളവിൽ നിങ്ങളുടെ ആർജിതാവധി എന്ന് പറയുന്നത് നിലവിലിപ്പോൾ ഇല്ലാത്തൊരു സാധനമാണ്, നീണ്ടു പോകുന്നൊരു സാധനമാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ആർജിതാവധി കൂട്ടില്ല. പിന്നെന്താണ്? പ്രൊബേഷൻ കാലമാണ് അതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതാണ് ഡയസ്റ്റോൺ. പത്രത്തിൽ കണ്ടിട്ടില്ലേ? സർക്കാരിനെതിരെ സമരം വെക്കുന്ന ദിവസം ഡയസ്റ്റോൺ പ്രഖ്യാപിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രൊബേഷൻ കാലയളവിലൊക്കെ ആരെങ്കിലും വന്ന് സ്ട്രൈക്കിന് പങ്കെടുക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് ഒഴിവായേക്കണം. അതൊക്കെ നമ്മുടെ സർവീസിനെ മോശമായിട്ട് ബാധിക്കും. 43, മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ കേരള ദുരന്ത നിവാരണ വകുപ്പ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉദ്ദേശം.
അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. അതാണ് ഓറഞ്ച് അലേർട്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ സി 24 മണിക്കൂറിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് ഏത് അലേർട്ടാണ്? അത് യെല്ലോ അലേർട്ടാണ് കേട്ടോ. യെല്ലോ അലേർട്ട്. 24 മണിക്കൂറിൽ. ഇനി ഗ്രീൻ അലേർട്ടുണ്ട്. ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത് 15.6 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴുള്ള അലേർട്ടാണ് ഗ്രീൻ അലേർട്ട്. നമ്മുടെ ഓപ്ഷൻ സി യെല്ലോ അലേർട്ടാണ്. ഓപ്ഷൻ എ ഓറഞ്ച് അലേർട്ട്. റെഡ് അലേർട്ട് എന്താണെന്നറിയോ? 204.5 മില്ലിമീറ്റർ കൂടുതൽ മഴ സാധ്യത കാണുമ്പോഴാണ് റെഡ് അലേർട്ട്. ബാക്കി ഓപ്ഷനിൽ കറക്റ്റ് റേഞ്ച് അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഓർത്ത് വെക്കുക. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധികാരങ്ങൾ എന്തെല്ലാം? 1. കേരളത്തിൽ എവിടെയുള്ള വ്യക്തികളായാലും അവർക്ക് സമൻസ് അയച്ച് അവരിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള അവകാശം, തെളിവുകൾ കണ്ടെത്താനും അവ സമർപ്പിക്കാനും അവകാശപ്പെടാനുമുള്ള അവകാശം, ഏതൊരു കോടതിയിൽ നിന്നും ഓഫീസിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പബ്ലിക് റെക്കോർഡുകളുടെ കോപ്പികൾ അവകാശപ്പെടാനുള്ള അധികാരം, സാക്ഷികളെ വിസ്തരിക്കാനും റെക്കോർഡുകൾ പരിശോധിക്കാനുമുള്ള അവകാശം. ഓപ്ഷൻ എ ഇവയെല്ലാമാണ് ആൻസർ. ഇവയെല്ലാം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെടുന്നതാണ്. 45. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1977. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം? ഓപ്ഷൻ സി യക്ഷഗാനം. യക്ഷഗാനമാണ് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം. ഇനി കേരള സംഗീത നാടക അക്കാദമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. 1961 സ്ഥാപിതമായി. 2. ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവിൽ. 3. വിവിധ സംഗീത നൃത്ത നാടക രൂപങ്ങളുടെ സംരക്ഷണം ലക്ഷ്യം. 4. തളിർ എന്ന ആനുകാലിക പ്രസിദ്ധീകരണത്തിൻ്റെ പ്രസാധകർ? ഏതാണ്? ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 2ഉം 3ഉം ആണ് ആൻസർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ കേളിയാണ്. തളിർ ആരാണ്? കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ് തളിർ. പിന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 1961 സ്ഥാപിതമായത് 1958. അപ്പം 2ഉം 3ഉമേ ഉള്ളൂ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മഹാകവി ഉള്ളൂരിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? എ ചിത്രശാല, ബി ധർമ്മപുരാണം. ധർമ്മപുരാണം ആൻസർ. ബി ധർമ്മപുരാണം. ധർമ്മപുരാണം എഴുതിയ ആരാണ്? ഒ വി വിജയൻ. 49. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട താരം? വിരാട് കോഹ്ലിയാണ് ആൻസർ. ഓപ്ഷൻ എ വിരാട് കോഹ്ലി. 50. ദേവമേള എന്നറിയപ്പെടുന്ന പൂരം? ഓപ്ഷൻ എ ആറാട്ടുപുഴ പൂരം. 51. ഇവരിൽ ആർക്കൊക്കെ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാം? പോക്സോ കേസ് പൊതുപ്രവർത്തകർ, ഏതൊരു കുട്ടിക്കും, സ്കൂൾ അതോറിറ്റി, മാതാപിതാക്കൾ. ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4. വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ എന്തെല്ലാം? ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിൻ്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കുക, പദാർത്ഥങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, കമ്പ്യൂട്ടറിലോ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ച് വെച്ചിട്ടുള്ള വിവരങ്ങൾ, പ്രിൻ്റ് ഔട്ടുകൾ, ഫ്ലോപ്പികൾ, ഡിസ്കുകൾ, ടേപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവ പകർത്തിയെടുക്കുക. ആൻസർ ഈ പറഞ്ഞ 3 അതുകൊണ്ടാണ് ഞാൻ 3 എക്സ്പ്ലെയിൻ ചെയ്തത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ആക്ട് 2007 പ്രകാരം ഒരു മുതിർന്ന പൗരൻ്റെ ബന്ധുക്കൾ ഉപേക്ഷിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ? ഓപ്ഷൻ സി ആണ് ആൻസർ. 3 മാസം വരെ ആകാവുന്ന തടവ് ശിക്ഷയോ 5000 രൂപ വരെ ആകാവുന്ന പിഴയോ, ഇവ രണ്ടും കൂടിയോ? 3 മാസം വരെ തടവ് ശിക്ഷയും കിട്ടും, 5000 രൂപ പിഴയും കിട്ടും മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിച്ചാൽ, ബന്ധുക്കൾ ഉപേക്ഷിച്ചാൽ. ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ആൻസർ വന്നിട്ട് സി ഓപ്ഷനാണ്. 1, 2, 3 എല്ലാം ശരിയാണ്. ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഞാൻ വായിക്കാം. കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരാ? അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തു. ഞാൻ പറയുന്നില്ല.
ഔദ്യോഗിക അംഗങ്ങളും അനൗദ്യോഗിക അംഗങ്ങളും സമിതിയിൽ ഉൾപ്പെടുന്നു. വർഷത്തിൽ ഒരു തവണയെങ്കിലും ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ യോഗം കൂടണം. 54 സി ആണ് ആൻസർ സി. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു ആണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഓപ്ഷൻ എ ആണ് ഹൃദയം. ഓപ്ഷൻ എ. ഇനി രോഗങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിച്ച് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സ്ഥിരമായി തളർന്നു പോകുന്ന അവസ്ഥ ജെനിറ്റൽ ഹെർപ്പിസിൻ്റെ ലക്ഷണമാണ്. അത് തെറ്റാണ്. ബാക്കി മൂന്നും ശരിയാണ്. 58. സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ആരോഗ്യകിരണം. കേട്ടോ ഓപ്ഷൻ. നമ്മൾ പദ്ധതികളെല്ലാം ചാനൽ ചെയ്തിട്ടുണ്ട്. 2024 ചോദ്യങ്ങളെല്ലാം അതിനകത്തെല്ലാം ഇത് വരുന്നുണ്ട്. ഈ ഓപ്ഷനിൽ പറയുന്ന എല്ലാം ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. 1. അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അന്യ വസ്തുക്കൾ വായുവിൽ കലരുകയോ ചെയ്യുമ്പോൾ വായു മലിനമാകുന്നു. കൂടിയ തോതിലുള്ള മലിനീകരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സി. വായു മലിനീകരണം ആഗോളതാപനത്തിനും അമ്ലമഴയ്ക്കും കാരണമാകുന്നു. 59ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഡി ആണ് ആൻസർ. 60. ശരീരകോശത്തിൻ്റെ നിർമ്മിതിക്കും കേടുപാടുകൾ തീർക്കാനും വളർച്ചയ്ക്കും വേണ്ടി കുട്ടികളുടെ സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം ഓപ്ഷൻ ഡി ആണ് പ്രോട്ടീൻ. 61. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന മനുഷ്യരിലെ പല്ല് ഏത്? ഓപ്ഷൻ എ ഉളിപ്പല്ല്. ഓപ്ഷൻ എ ആണ് ഉളിപ്പല്ല്. 62. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില ഓപ്ഷൻ ബി ആണ് 4.2 കെൽവിൻ. 63. ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന ഏത്? 63ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഗുരുത്വാകർഷണ ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. ബാക്കി മൂന്നും ശരിയാണ്. 64. ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ്? ഘൂർണന ചലനത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം. STPയിൽ 5 മോൾ കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെ വ്യാപ്തം കണ്ടെത്തുക. SCRTയിലുണ്ട്. ഓപ്ഷൻ ബി 112 ലിറ്റർ. 66. രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗം വർദ്ധിക്കുന്നു. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഓപ്ഷൻ എ ആണ് ടാനിക് ആസിഡ്. 68. ടച്ച് സ്ക്രീൻ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണമാണ്. ഓപ്ഷൻ സി ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ. IT നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കിയത് IT അമെൻമെൻറ്റ് ആക്ട് 2008 അതിൽ തെറ്റൊന്നുമില്ല, ശരിയാണ്. 2. മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതോ ഉപയോഗിക്കുന്നതോ IT നിയമപ്രകാരം 3 വർഷം തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ ഇല്ലെങ്കിൽ ഇവ രണ്ടുമോ ലഭിക്കാവുന്ന കുറ്റമാണ്. രണ്ടാമത്തത് തെറ്റാണ് കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തത് നമുക്ക് നോക്കാം. ഇൻ്റർനെറ്റോ മറ്റ് സോഷ്യൽ മീഡിയകൾ വഴിയോ ലൈംഗിക വീഡിയോകൾ, ചിത്രങ്ങൾ എന്നിവ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും IT നിയമത്തിലെ സെക്ഷൻ 68 പ്രകാരം കുറ്റമാണ്. ആ സെക്ഷൻ തെറ്റാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡി വരും. 2ഉം 3ഉം തെറ്റാണ്. ആദ്യത്തെ പ്രസ്താവന ശരിയുമാണ്. ഓപ്ഷൻ ഡി ആണ്. HTML പേജിൽ ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ. ബഗർ സെഡ് ടു ജിതിൻ ഗീവ് സം വാട്ടർ. ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദി സെൻറ്റൻസ്. ബഗറാണ്. ബഗർ ജിതിനോട് അപേക്ഷിക്കുകയേ ചെയ്യത്തുള്ളൂ. യാചനയാണ്. അപ്പോൾ ഇവിടെ റിക്വസ്റ്റഡ് എന്ന് വരുന്ന ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. വെർബിൽ തുടങ്ങുന്നു. ടു ഗീവ് സം വാട്ടർ. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ. വുഡ് യു മൈൻഡ് ഡാഷ് ദ ഡോർ.
വുഡ് യു മൈൻഡിന് ശേഷം ജെറണ്ടാണ്. ഓപ്പണിംഗ് ദ ഡോർ ഓപ്ഷൻ സി ആണ്. ഇഫ് യു ഈറ്റ് ടു മച്ച് ഇഫ് ക്ലോസ് ആണ്, കണ്ടീഷണൽ ക്ലോസ്. 73ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. യു വുഡ് ബി ഇൽ. ഇഫ് യു ഈറ്റ് ടു മച്ച് യു വുഡ് ബി ഇൽ. 74 ഐ ഡാഷ് ഓൾ ദ റൂംസ് ബിഫോർ ഐ ലെഫ്റ്റ് ദ ഹൗസ്. ഹാഡ് ലോക്ക്ഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ടാഗ് 75 ഷീ നീഡഡ് ടു ഗെറ്റ് ഹെർ കാർ. സ്യൂട്ടബിൾ ടാഗ് ഡിഡിൻ ഷീ ആണ്. ഓപ്ഷൻ എ. അതൊക്കെ എളുപ്പമാണല്ലോ. ക്വസ്റ്റ്യൻ 76 സിനോണിം ഓഫ് ചൈൽഡ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ ശകാരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പം ഇതിനകത്ത് ആൻസർ വരുന്നത് സ്കോൾഡ് ആണ്. സ്കോൾഡ്. ഇനി കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ചൂസ് എ വേർഡ് ഹാവിങ് കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിന് പ്രബലൻ്റ് ആണ്. പ്രബലൻ്റ് എന്ന് വെച്ചാൽ പ്രബലമായ അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അടുത്തത് ഇഡിയംസ് ആണ്. 78 ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് മീൻസ് LDC ഉള്ള കാലം തൊട്ട് കാണുന്ന ഇഡിയമാണ്. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ക്ലോസ്ലി റിസംബ്ലിങ് വൺസ് പേരൻസ്. അതാണ് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. 78ൻ്റെ ആൻസർ ബി ആണ് കേട്ടോ. ഇനി കോമ്പൗണ്ട് വേർഡ്. ഇതിനകത്ത് കോമ്പൗണ്ട് വേർഡ് ഒറ്റയടിക്ക് കുത്താം. സ്ലോ ഡൗൺ ബി. 80 ദ കാർട്ട് ബിഗാൻ ഇറ്റ്സ് ഗ്രാജുവൽ ഡാഷ് അപ്പ് ദ ഹിൽ. 80 അസെൻഡ് ആണ്. അസെൻഡ് ASC ആണ്. അത് നമ്മൾ മാറിപ്പോകാൻ വേണ്ടി നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതാണ് ഇട്ടിരിക്കുന്നത്. അസെൻഡ് ASC ആണ്. ദ കാർട്ട് ബിഗാൻ ഇറ്റ്സ് ഗ്രാജുവൽ കയറി പോകുന്നതിന്. കണക്കാണ്. കണക്ക് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് തന്നെ കാണിക്കണം. ചെയ്ത് കാണിക്കാത്തത് ആർക്കും ഒരു താല്പര്യമില്ലാന്ന് തോന്നുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനിത് ചെയ്ത് കാണിച്ചു തന്നെ. ഇനി മലയാളത്തിലോട്ട് പോവാം. 80 തൊട്ട് 90 വരെ മാത്സ് ആണ്. നക്ഷത്രം എന്ന പദത്തിൻ്റെ പര്യായമായി വരുന്ന പദമേത്? ഓപ്ഷൻ ഡി ആണ്. ഉഡു. ഉഡു, താരകം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, നക്ഷത്രം. ഇനി 92 അഹസ് അധികം വൃത്തി, ചേർത്ത് എഴുതിയാൽ അഹർ വൃത്തി ബി. ഇനി യക്ഷൻ എന്നതിൻ്റെ എതിർലിംഗം ചോദിച്ചിട്ടുള്ളതാണ്. യക്ഷൻ എന്നതിൻ്റെ എതിർലിംഗം യക്ഷിണി. യക്ഷിണി എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഒക്കെ ഈയിടെ ഇറങ്ങിയായിരുന്നു. യക്ഷിണി വേദികയാണ് അഭിനയിച്ചിരിക്കുന്നത്. 94 പഴഞ്ചൊല്ലിൻ്റെ ശരിയായ അർത്ഥമേത്? ഊട്ടിലുണ്ട് തോട്ടിൽ കൈയഴുകുക. നിരുത്തരവാദപരമായി ജീവിക്കുക, അതാണ് പഴഞ്ചൊല്ലിൻ്റെ ശരിയായ അർത്ഥം. തെറ്റായ പദം തിരഞ്ഞെടുക്കുക. 95 ധൃതരാഷ്ട്ര. അത് കാണും. ഓപ്ഷൻ ഡി ആണ് ധൃതരാഷ്ട്ര. ഇവരിങ്ങനെ വല്ലാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്കൊരു സ്ക്രീൻ റെക്കോർഡിങ്ങിന് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരൊറ്റ പേജിൽ ഇങ്ങനെ കിടന്നാൽ നമുക്ക് എളുപ്പം. ഇത് കുറച്ച് ഇങ്ങോട്ട് മാറി കുറച്ച് അപ്പുറത്തെ പേജിൽ ചെറിയ പോരായ്മയൊക്കെ ഉണ്ടെന്ന് ക്ഷമിച്ചേക്കണേ. PSC ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക. ആജാനുബാഹു. ഈ ആജാനുബാഹു മറ്റേ സ്പെൽ ചെക്കിലും കൂടെ ചോദിക്കുന്ന കേട്ടോ. ആജാനുബാഹു. ആ ജാനു ബാഹു എന്ന് ഓർത്താൽ മതി. ആ ജാനു ഇല്ലേ, ജാനുബാഹു. ഞാൻ അങ്ങനെയാണ് പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ലോകൈക ശില്പി പിരിച്ചെഴുതുക. ഓപ്ഷൻ എ ആണ് ലോക പ്ലസ് ഏകശില്പി. ലോക പ്ലസ് ഏകശില്പി. 98 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവന. കാലൊടിഞ്ഞ രാജുവിൻ്റെ കസേര മാറ്റിയിട്ടു. അത് തെറ്റാണ്. രാമനും സീതയോ ഒന്നും സംസാരിച്ചില്ല. രാമനോ സീതയോ ഒന്നും സംസാരിച്ചില്ല എന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സി മതത്താലും ശാസ്ത്രം കൊണ്ടും സമ്മിശ്ര ഗുണദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു അലുവയും മത്തിക്കറിയും പോലത്തെ കോമ്പിനേഷൻ. ഇനി 98 ഡി വിവാഹത്തിൽ താങ്കളുടെ സകുടുംബ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അത് ശരിയാണ്, ഡി. 99 അർത്ഥി വിപരീത പദം എഴുതുക. പ്രത്യർത്ഥി. ഓപ്ഷൻ ബി ആണ്. ദ സ്ക്വീക്കി വീൽ ഗെറ്റ്സ് ദ ഗ്രീസ്. ശരിയായ പരിഭാഷ തിരഞ്ഞെടുക്കുക. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. മാത്സ് 10 ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇത് ചെയ്ത് കാണിക്കണം, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ക്വസ്റ്റ്യൻസ് ആണെല്ലാം. പിന്നെ ഞാനിത് നമ്മൾ 2 ക്വസ്റ്റ്യനാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. 2 ക്വസ്റ്റ്യൻ ചെയ്ത് വന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 20 വരെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ മൊത്തം തീർന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആവും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പിടിക്ക്,
അടുത്ത ഉടനെ തന്നെ ചെയ്തേക്കാം. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് ചെയ്യാം. സാറിൻ്റെ തന്നെ ക്വസ്റ്റ്യനാണ്. മാത്സ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്താലേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നല്ല എഫേർട്ടാണ് മാത്സിന് എടുക്കേണ്ടത്. ബോർഡിൽ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ ബാക്കി ചെയ്യാം. വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ 200 ചെയ്യാനത്. അപ്പോൾ 100ൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഉടനെ ഇട്ടേക്കാം. ബൈ.